എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് എന്താണ്, ഏത് രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിലാദ്യം MLTയിൽ വരുന്ന നോളേജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ്, ഹസാർഡ് സിംബൽസ്, വാർണിംഗ് സിംബൽസ്, സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്, ഇത്രയും പോർഷൻസ് നമ്മൾ ക്ലാസ് എടുത്ത് തീർത്തായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൂടി ചേർത്തിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് MLTയിൽ തന്നെ വരുന്ന ബേസിക് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതിന് മുന്നത്തെയുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ നോട്ട്സ് എല്ലാം PDF-ൻ്റെ രൂപത്തിൽ ടെലഗ്രാമിലൂടെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കുക, ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസ് ഇൻ ലബോറട്ടറി. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫസ്റ്റ് എയ്ഡ് ഈസ് ദി ഹെൽപ്പ് given immediately to an injured person. അപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും അപകടം പറ്റിയിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് എയ്ഡ് ഹെൽപ്സ് ആൻ ഇൻജുർഡ് to avoid excessive bleeding from an injury until medical attention has been obtained. അതായത് ഒരു അപകടം പറ്റിയിരിക്കുന്ന ഒരാൾ മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നതിന് മുന്നേ നമുക്ക് എന്താണോ എക്സസീവായിട്ട് ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹെൽപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഹെൽപ്സ് ആൻ ഇൻജുർഡ് ടു അവോയ്ഡ് എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഫ്രം ആൻ ഇൻജുറി അണ്ടിൽ മെഡിക്കൽ അറ്റൻഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. അതാണ് ഫസ്റ്റ് എയ്ഡ്. A quick and confident approach of first aid can save life from many emergency conditions. അതായത് വളരെ പെട്ടെന്ന് എ ക്വിക്ക് ആൻഡ് കോൺഫിഡൻറ്റ് അല്ലെ, ആത്മവിശ്വാസത്തോടു കൂടി പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് നൽകുകയാണ് ഒരാൾക്ക് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം നമുക്ക് പല എമർജൻസി കണ്ടീഷൻസിലും അവരുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റും. കോമൺ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് ആർ ഗിവൺ ബിലോ. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് ആണ് താഴെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചുറീസ് കോസ്ഡ് ബൈ ബ്രോക്കൺ ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് കൊണ്ട് പൊട്ടിയിരിക്കുന്ന അങ്ങനെ തരത്തിലുള്ള ഇഞ്ചുറീസ് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഫസ്റ്റ് എയ്ഡ്, വാഷ് ദ വുണ്ട് ഇമ്മീഡിയറ്റ്ലി ടു റിമൂവ് എനി ഗ്ലാസ് പീസസ്. അപ്പോൾ ഗ്ലാസ് കൊണ്ട് മുറിയുന്നതാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് മുറിവിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗ്ലാസ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആ മുറിവിനെ കഴുകണം. ഓക്കെ, വാഷ് ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. അപ്ലൈ മെർക്കുറോക്രോം ഓർ അക്രിഫ്ലാവിൻ ഓയിൻമെൻറ്റ് ടു ദി വൂണ്ട്. അപ്പോൾ ഈ മരുന്നുകളുടെ പേര് നമ്മൾ എന്താണ്, അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ചോദിക്കാവുന്നതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇഞ്ചുറീസ് കോസ്ഡ് ബൈ ബ്രോക്കൺ ഗ്ലാസ് കൊണ്ടിട്ട് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ട അല്ലെങ്കിൽ ആദ്യം അപ്ലൈ ചെയ്യേണ്ട ഓയിൻമെൻറ്റ്, ഫസ്റ്റ് എയ്ഡിന് നമ്മൾ കൊടുക്കേണ്ട ഓയിൻമെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പേര് പഠിച്ചിരിക്കുക. മെർക്കുറോക്രോം ഓർ അക്രിഫ്ലാവിൻ ഓയിൻമെൻറ്റ്. നമ്മൾ ഈ പേര് വീണ്ടും പഠിക്കുന്നുണ്ട്, അപ്പോൾ അത് ഓർത്തിരിക്കുക. മെർക്കുറോക്രോം അല്ലെങ്കിൽ അക്രിഫ്ലാവിൻ ഓയിൻമെൻറ്റ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം വൂണ്ട് എന്ത് ചെയ്യുക? വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം മെർക്കുറോക്രോം അല്ലെങ്കിൽ അക്രിഫ്ലാവിൻ ഓയിൻമെൻറ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യുക. കവർ വിത്ത് ഗോസ് ആൻഡ് അഡ്ഹസീവ് ടേപ്പ്. എന്ത് ചെയ്യുക? ടേപ്പ് വെച്ച് കവർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എങ്ങനെ? ബ്രോക്കൺ ഗ്ലാസ് വെച്ചിട്ട് പൊട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അടുത്തത് നോക്കുക, ആസിഡ് ഓർ ആൽക്കലി സ്പ്ലാഷസ് ഓൺ ദി സ്കിൻ. അതായത് നമ്മുടെ ശരീരത്തിലോട്ട് ആസിഡോ ആൽക്കലിയോ ഒക്കെ ഇങ്ങനെ തെറിച്ച് കഴിഞ്ഞാൽ, ഓക്കെ,
അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആസിഡോ ആൽക്കലിയോ കൊണ്ട് പൊള്ളിക്കഴിഞ്ഞാൽ വാഷ് തറോലി, ആദ്യം എന്ത് ചെയ്യണം? നന്നായിട്ട് വാഷ് ചെയ്യണം. ബാത്ത് ദ അഫക്റ്റഡ് സ്കിൻ വിത്ത് കോട്ടൺ വൂൾ സോക്ഡ് ഇൻ 5% അക്വസ് സോഡിയം കാർബണേറ്റ് ഈഫ് ആസിഡ്. അതായത് നമ്മുടെ മേത്ത് വീണത് ആസിഡ് ആണ് എങ്കിൽ, ഈഫ് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വീണത് ആസിഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാഷ് ചെയ്തതിന് ശേഷം 5% അക്വസ് സോഡിയം കാർബണേറ്റിൽ സോക്ക് ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ വൂള് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ സ്കിന്നിനെ ഇങ്ങനെ ബാത്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ആസിഡ് ആണ് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ വീണത് എങ്കിൽ, ഐയിലാണെങ്കിൽ വേറെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ആസിഡ് വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? ആസിഡ് ആണെങ്കിൽ 5% അക്വസ് സോഡിയം കാർബണേറ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഇനി ആൽക്കലി ആണ് വീണതെങ്കിൽ, ഇഫ് ആൽക്കലി ആണ് വീണതെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? 5% അസറ്റിക് ആസിഡ് ഓർ അൺഡൈല്യൂട്ടഡ് വിനേഗർ. 5% അസറ്റിക് ആസിഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാത്ത വിനേഗർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അൺഡൈല്യൂട്ടഡ് വിനേഗർ അല്ലെങ്കിൽ 5% അസറ്റിക് ആസിഡ് യൂസ് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ ആൽക്കലി ആണ് വീണതെങ്കിൽ, ആസിഡ് ആണ് സ്കിന്നിൽ വീണതെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? 5% അക്വസ് സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അടുത്തത് ആസിഡ് ഓർ ആൽക്കലി സ്പ്ലാഷസ് ഇൻ ദ ഐ. നമ്മുടെ കണ്ണിൽ ആസിഡോ ആൽക്കലിയോ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആസിഡ് ഓർ ആൽക്കലി സ്പ്ലാഷസിൻ്റെ ഐ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ട കാര്യം, വാട്ടർ സ്പ്രേ ഫ്രം എ വാഷ് ബോട്ടിൽ ഓർ റബ്ബർ ബൾബ് ഇൻ ടു ദി മെഡിക്കൽ കോർണർ ഓഫ് ദി ഐ. നമ്മുടെ മെഡിക്കൽ കോർണർ, ഐയുടെ കോർണറിലോട്ട് എന്ത് ചെയ്യുക? നമ്മൾ വാട്ടർ എന്ത് ചെയ്യുക? അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ put 4 drops of 2% aqueous sodium bicarbonate into the eye if acid. ഇവിടെയും ആസിഡ് ആണ് എങ്കിൽ ഒന്നാണ്, ആൽക്കലി ആണെങ്കിൽ മറ്റൊന്നാണ്. അപ്പം ആസിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? put 4 drops of 2% aqueous sodium bicarbonate. 2% aqueous sodium bicarbonateന്റെ 4 drops ആണ് നമ്മൾ കണ്ണിലോട്ട് ഒഴിക്കേണ്ടത് ആസിഡ് ആണെങ്കിൽ. ഇനി ആൽക്കലി ആണെങ്കിൽ നമ്മൾ എന്താണ് ഒഴിക്കേണ്ടത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്, അതും 4 ഡ്രോപ്സ് തന്നെയാണ് ഒഴിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി സ്പ്ലാഷസ് ഇൻ ദ ഐ നമ്മുടെ കണ്ണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ കോർണറിലോട്ട് വാട്ടർ സ്പ്രേ ചെയ്യണം. അതിനുശേഷം ആസിഡ് ആണ് വീണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റിൻ്റെ 4 ഡ്രോപ്സ് നമ്മൾ ഒഴിക്കുക. ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ ബോറിക് ആസിഡിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ 4 ഡ്രോപ്സ് ഒഴിക്കുക. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ, സ്വാളോയിങ് ആസിഡ്. ആസിഡ് വിഴുങ്ങിക്കഴിഞ്ഞാൽ, ആസിഡ് എങ്ങനെയെങ്കിലും നമ്മുടെ അകത്തോട്ട് ചെന്നാൽ, ഇപ്പം നമ്മൾ മൗത്ത് വെച്ച് പിപ്പറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ? ഹസാർഡ്സ് പഠിച്ച സമയത്ത് മൗത്ത് വെച്ച് പിപ്പറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മൗത്ത് വെച്ച് പിപ്പറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ളിലോട്ട് ആസിഡും ആൽക്കലിയും ഒക്കെ അകത്തോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ സ്വാളോയിങ് ആസിഡ് വിഴുങ്ങി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് ചെയ്യേണ്ട? ഫസ്റ്റ് എയ്ഡ്, മേക്ക് ദ പേഷ്യൻറ്റ് ഡ്രിങ്ക് സം 5% സോപ്പ് സൊല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ആസിഡ് എങ്ങാനും നമ്മൾ വിഴുങ്ങിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ പേഷ്യൻറ്റിന് എന്ത് കൊടുക്കുക? 5% സോപ്പ് സൊല്യൂഷൻ, സോപ്പ് ലായനി കൊടുക്കുക. 5% സോപ്പ് ലായനി പെട്ടെന്ന് തന്നെ കുടിക്കാൻ വേണ്ടി കൊടുക്കുക. മേക്ക് ഹിം ഗാർഗിൾ വിത്ത് ദി സോപ്പ് സൊല്യൂഷൻ. അപ്പോൾ 5% സോപ്പ് സൊല്യൂഷൻ കുടിക്കാൻ കൊടുത്താൽ മാത്രം പോരാ, ആ സോപ്പ് സൊല്യൂഷൻ വെച്ചിട്ട് ഇങ്ങനെ തൊണ്ടയിൽ വെച്ച് ഇങ്ങനെ ഗാർഗിൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഗീവ് ഹിം 3 or 4 glasses ഓഫ് ഓർഡിനറി വാട്ടർ. അങ്ങനെ ഗാർഗിൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? 3 or 4 നമ്മുടെ സാധാരണ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുക. ഓക്കെ, ഓർഡിനറി വാട്ടർ 3 or 4 ഗ്ലാസ് കുടിക്കാൻ കൊടുക്കുക. ഇഫ് ദ ലിപ്സ് ആൻഡ് ടങ്സ് ആർ ബേൺഡ് ബൈ ദ ആസിഡ്. ഇനി നമ്മുടെ ചുണ്ടോ നാവോ ഒക്കെ ഈ ആസിഡ് കൊണ്ട് പൊള്ളിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിൻസ് തറോലി വിത്ത് വാട്ടർ. എന്താണ്? വാട്ടർ വെച്ചിട്ട് ഇങ്ങനെ റിൻസ് ചെയ്യുക. ബാത്ത് വിത്ത് 2% അക്വസ് സോഡിയം കാർബണേറ്റ്. ലിപ്പോ ടങ്ങൊക്കെ ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആദ്യം റിൻസ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? ബാത്ത് ചെയ്യുക. എന്ത് വെച്ചിട്ട്? 2% അക്വസ് സോഡിയം കാർബണേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പഠിച്ചു 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഐയിൽ അല്ലേ, കണ്ണിൽ ആസിഡ് വീണ് കഴിഞ്ഞാൽ 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റിൻ്റെ 4 ഡ്രോപ്സ് ഒഴിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മൾ ആസിഡ് വിഴുങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ലിപ്പിലോ ടങ്കിലോ ഒക്കെ പൊള്ളിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ ആണല്ലോ?
ഇനി അടുത്തത് നോക്കുക, സ്വാളോയിങ് ആൽക്കലീസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആസിഡ് വീണതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ആൽക്കലി ആണ് വീണത് എന്നുണ്ടെങ്കിൽ, ആൽക്കലി വീണ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? മേക്ക് ദ പേഷ്യൻറ്റ് ഡ്രിങ്ക് 5% സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഓർ ലെമൺ ജ്യൂസ് ഓർ ഡൈല്യൂട്ട് വിനേഗർ. അപ്പോൾ ആൽക്കലി വീഴുങ്ങി കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് 5% ഓഫ് സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡിൻ്റെ 5% കുടിക്കാൻ കൊടുക്കുക, ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡൈല്യൂട്ട് വിനേഗർ. ഓക്കെ, ഡൈല്യൂട്ട് വിനേഗർ ആണ്. നമ്മൾ നേരത്തെ അവിടെ അൺഡൈല്യൂട്ടഡ് വിനേഗർ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ആൽക്കലി ആണ് വിഴുങ്ങിയതെങ്കിൽ ഡൈല്യൂട്ട് വിനേഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ 5% സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആണ് നമ്മൾ കുടിക്കാൻ കൊടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? മേക്ക് ഹിം ഗാർഗിൾ വിത്ത് സെയിം ആസിഡ് സൊല്യൂഷൻ. നമ്മൾ കുടിക്കാൻ കൊടുത്ത അതേ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ഗാർഗിൾ ചെയ്യുക. നേരത്തെ ആസിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? സോപ്പ് സൊല്യൂഷൻ കുടിക്കാൻ കൊടുക്കുക, അത് വെച്ച് ഗാർഗിൾ ചെയ്യുക. അതേപോലെ തന്നെയാണ് ആൽക്കലി വിഴുങ്ങി കഴിഞ്ഞാൽ നമ്മൾ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് വിനേഗർ കുടിക്കാൻ കൊടുക്കുക, അത് വെച്ച് തന്നെ ഗാർഗിൾ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ഗീവ് ഹിം 3 or 4 ഗ്ലാസസ് ഓഫ് ഓർഡിനറി വാട്ടർ കുടിക്കാൻ കൊടുക്കുക. ഇഫ് ദ ലിപ്സ് ആൻഡ് ടങ്സ് ആർ ബേൺഡ് ബൈ ദ ആൽക്കലി, നേരത്തെ പോലെ ആൽക്കലി കൊണ്ടിട്ട് ലിപ്സോ ടങ്ങൊക്കെ ബേൺ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റിൻസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിൻസ് ചെയ്യുക. thoroughly with water, bath with 5% acetic acid. 5% acetic acid വെച്ചിട്ട് ബാത്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അസറ്റിക് ആസിഡ് എവിടെയാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്താണ്? ആസിഡ് ഓർ ആൽക്കലി സ്പ്ലാഷസ് ഓൺ ദ സ്കിൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു. ആൽക്കലി ആണ് നമ്മുടെ സ്കിന്നിൽ സ്പ്ലാഷ് ആയതെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ 5% അസറ്റിക് ആസിഡ് അല്ലേ, അല്ലെങ്കിൽ അൺഡൈല്യൂട്ടഡ് വിനാഗിരി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതേ അസറ്റിക് ആസിഡ് തന്നെയാണ്. അപ്പോൾ ആൽക്കലി ആണല്ലോ ഇവിടെ നമ്മുടെ ചുണ്ടിലും ലിപ്പിലൊക്കെ ആയിട്ട് അല്ലേ, ചുണ്ടിലും ടങ്കിലൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5% അസറ്റിക് ആസിഡ് തന്നെ ഇവിടെയും യൂസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഓരോന്നും പഠിക്കുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ മുന്നേ പഠിച്ചത് എവിടെയാണെന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആൽക്കലി ആകുമ്പോൾ ഇന്ന ആസിഡാണ്, അസറ്റിക് ആസിഡാണ് അല്ലേ, അങ്ങനെ ഒരു ഇത് കിട്ടും നമുക്ക്. ഓക്കെ, അടുത്തത് നോക്കുക. അടുത്ത കണ്ടീഷൻ പോയ്സണിങ് ആണ്. പോയ്സണിങ്. അപ്പോൾ പോയ്സണിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്? വിഷാംശം ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ സെൻഡ് ഫോർ എ ഫിസിഷ്യൻ ഓർ ക്വാളിഫൈഡ് നേഴ്സ് സ്പെസിഫൈങ് ദി ടോക്സിക് സബ്സ്റ്റൻസ് ഇൻവോൾവ്, പ്ലേസ് ദ വിക്ടിം ഇൻ ഓപ്പൺ എയർ വൈൽ വെയിറ്റിംഗ് ഫോർ ദി ഫിസിഷ്യൻ. അപ്പോൾ പോയ്സണിങ് ആണ് സംഭവം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഏതെങ്കിലും നല്ലൊരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ക്വാളിഫൈഡ് നേഴ്സിനെ എന്താണ് വരാൻ പറയുക. സ്പെസിഫൈങ് ദി ടോക്സിക് സബ്സ്റ്റൻസ്, എന്ത് വിഷാംശമാണ് ഉള്ളിൽ പോയെന്നുള്ളത് ഒരു കാര്യത്തിൽ നമ്മളൊരു ഉറപ്പ് വരുത്തിയിട്ട് നിൽക്കുക. ഓക്കെ, അതെന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ഫിസിഷ്യൻസ് ആരെങ്കിലും വരുന്നത് വരെ ഓപ്പൺ എയറിൽ കിടത്തുക. പേഷ്യൻസിൽ എന്ത് ചെയ്യുക? ഓപ്പൺ എയറിൽ കിടത്തുക. അത്രയും മാത്രമേ നമുക്ക് പോയ്സണിങ് ആണ് സംഭവം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് മൈനർ ബേൺസ്. ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെ ആണെങ്കിൽ, മൈനർ ബേൺസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്? Plunge the affected part in cold water or ice water to soothe the pain. വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഐസ് വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ പ്ലഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തട്ടിയിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ ഐസ് വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. ദെൻ അപ്ലൈ മെർക്കുറോക്രോം ഓർ ആക്രിഫ്ലാവിൻ ഓയിൻമെൻറ്റ് ടു ദി ബേൺ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, മെർക്കുറോക്രോം അല്ലെങ്കിൽ ആക്രിഫ്ലാവിൻ ഓയിൻമെൻറ്റ് പുരട്ടുക, പഠിച്ചല്ലോ. ഇനി അപ്ലൈ ഡ്രൈ ഗൂസ് ഡ്രസ്സിംഗ് ലൂസ്ലി. പിന്നെ ഇഫ് ദ ബേൺ ബിക്കംസ് ഇൻഫെക്റ്റഡ് ഓർ ഡസ് നോട്ട് ഹീൽ, റെഫർ ദ പേഷ്യൻറ്റ് ടു എ ഫിസിഷ്യൻ. എന്ത് ചെയ്യുക? അപ്ലൈ ഡ്രൈ ഗൂസ് അപ്ലൈ ചെയ്യുക. ഡ്രസ്സിങ് ലൂസായിട്ട് ഡ്രസ്സ് ചെയ്യുക. ഇനി ബേൺസ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ഡസ് നോട്ട് ഹീൽ അതൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ റെഫർ ദ പേഷ്യൻറ്റ് ടു ഫിസിഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുക. നെവർ ടിയർ ഓഫ് ദ ബ്ലിസ്റ്റേഴ്സ് ദാറ്റ് ഫോം ഓവർ ദ ബേൺസ്. പൊള്ളിയിട്ട് ഒരുപാട് ഇങ്ങനെ കുമിളയൊക്കെ വരാനായിട്ട് വിടരുത്. ഓക്കെ, അപ്പോഴത്തേനും എന്ത് ചെയ്യുക? നമ്മൾ ഫിസിഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. ഇത്രയാണ് മൈനർ ബേൺസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് സെവിയർ ബേൺസ്. നല്ല തീവ്രമായിട്ടുള്ള പൊള്ളലാണെങ്കിലോ, ഇഫ് ദ വിക്ടിം ഈസ് ഓൺ ഫയർ, അപ്പോൾ തീയിലാണ്. സിവിയർ ബേൺസ് എന്ന് പറയുമ്പോൾ തീ പിടിത്തമൊക്കെ ഉണ്ടാവും അല്ലെ, തീയൊക്കെ നന്നായിട്ട് പൊള്ളുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റോൾ ഹിം in a blanket or overall to smoothen the flames. തീ അണയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ബ്ലാങ്കറ്റ് വെച്ചിട്ട് അല്ലേ, ബ്ലാങ്കറ്റ് വെച്ച് പൊതിക്കുക അല്ലെങ്കിൽ പൊതിയുക. ഇൻഫോം ദി ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക. ലേ ദ വിക്ടിം ഓൺ ദി ഗ്രൗണ്ടിൽ കിടത്തുക വിക്ടിമിനെ. ഡു നോട്ട് റിമൂവ് ഹിസ് ക്ലോത്തിങ്. നമ്മൾ ബ്ലാങ്കറ്റ് വെച്ച് പൊതിയുക, അപ്പോൾ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റരുത്. കവർ ഹിം ഇഫ് ഹി ഈസ് കോൾഡ്.
ഡു നോട്ട് അപ്ലൈ എനി ട്രീറ്റ്മെൻറ്റ് ടു ദി ബേൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്. ദിസ് മസ്റ്റ് ബി ലെഫ്റ്റ് ടു ദി ഫിസിഷ്യൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സിവിയർ ബേൺസ് ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യരുത്. ഒരു ബ്ലാങ്കറ്റ് വെച്ച് കവർ ചെയ്യുക, ഗ്രൗണ്ടിൽ കിടത്തുക. ബാക്കി എല്ലാ കാര്യങ്ങളും ആര് ചെയ്യും? ഫിസിഷ്യന് വിട്ടുകൊടുക്കുക. ഓക്കെ, അടുത്തത് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഇഫ് ദ വിക്ടിം ഈസ് ബ്രീത്തിങ് then lay him face down with his head on one side and arm and leg of that side in the bend position. അപ്പോൾ അൺകോൺഷ്യസ്നെസ്, ഓക്കെ, ബോധമില്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ വിക്ടിമിന് ശ്വാസം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫേസ് താഴേക്കും തല ഇങ്ങനെ ചെരിച്ച് കയ്യും കാലൊക്കെ ഇങ്ങനെ ചെരിച്ച് കിടത്തുന്ന രീതിയിൽ ഒരു ബെൻ പൊസിഷനിൽ നമ്മൾ കിടത്തുക. നമ്മൾ കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ കിടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദിസ് പോസ്ചർ മേക്സ് ബ്രീത്തിങ് ഈസിയർ ആൻഡ് പ്രൊവൈഡ്സ് ബെറ്റർ ബ്ലഡ് സർക്കുലേഷൻ ടു ഓൾ ബോഡി പാർട്സ്. അപ്പോൾ ഈ ഒരു പോസ്ചറിൽ കിടത്തിയാലാണ് അവർക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് എല്ലാ ബോഡി പാർട്സിലോട്ടും എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബെൻഡ് പൊസിഷനിൽ കിടത്തുക. ഇഫ് ദ വിക്ടിം ഈസ് നോട്ട് ബ്രീത്തിങ് സ്റ്റാർട്ട് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇമ്മീഡിയറ്റ്ലി. ഇങ്ങനെ ഈ ഒരു പോസ്ചറിൽ കിടത്തിയിട്ടും ബ്രീത്തിങ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, കൃത്രിമ ശ്വാസം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കൃത്രിമ ശ്വാസം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രൊസീജിയർ ഷുഡ് ബി സ്റ്റാർട്ടഡ് ക്വിക്ലി ആസ് ബ്രെയിൻ ഇൻഫ്രാക്ഷൻ ഒക്കേഴ്സ് വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഓക്സിജൻ ഡെഫിഷ്യൻസി. സ്റ്റെപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആണ്. അപ്പോൾ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഒരു ചെറിയ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. അതിനുള്ള സ്റ്റെപ്സ് എങ്ങനെയാണ്? ഒന്ന്, ലേ വിക്ടിം ഓൺ ബാക്ക്. എന്താണ്? വിക്ടിമിനെ പുറകിൽ കിടത്തുക. ക്ലിയർ എനി ഒബ്സ്ട്രക്ഷൻ ഓഫ് ദി മൗത്ത്. വായിക്ക് എന്തെങ്കിലുമൊക്കെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക. പ്ലേസ് ആൻ ഒബ്ജക്റ്റ് അണ്ടർ ദ ഷോൾഡർ സോ ദ ഹെഡ് ഈസ് ടൈറ്റിൽഡ് ബാക്ക്. അതായത് ഷോൾഡർ നന്നായിട്ട് ഹെഡ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അകത്ത് അടിയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ പ്ലേസ് ചെയ്യുക, അണ്ടർ ദ ഷോൾഡർ. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഹെഡ് ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. Pinch the nostrils and apply mouth to mouth resuscitation 10 times a minute until breathing starts. എന്നിട്ട് എന്ത് ചെയ്യുക? പിഞ്ച് ദി നോസ്ട്രിൽസ് പിഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൗത്ത് ടു മൗത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ 10 മിനിറ്റ്സ്, ഓക്കെ, 10 ടൈംസ് എ മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റിൽ 10 തവണ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ, ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ വരുന്നത്? ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സിൽ ഓരോ സിറ്റുവേഷനിലും ഏത് രീതിയിലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ്, ഇഞ്ചുറീസ് കോസ്ഡ് ബൈ ബ്രോക്കൺ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ എന്താണ് പുരട്ടേണ്ടത്? ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി നമ്മുടെ സ്കിന്നിൽ ആയിക്കഴിഞ്ഞാൽ എന്താണ്? ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി നമ്മുടെ ഐയിൽ ആയിക്കഴിഞ്ഞാൽ എന്താണ്? swallowing acid വിഴുങ്ങിക്കഴിഞ്ഞാൽ, swallowing ആൽക്കലി വിഴുങ്ങിക്കഴിഞ്ഞാൽ, പോയ്സണിങ്, മൈനർ ബേൺസ്, സിവിയർ ബേൺസ്, അൺകോൺഷ്യസ്നെസ്. അപ്പോൾ ഇത്രയും സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നൽകാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളെല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ടോപ്പിക്സ് ആയിട്ട് എടുത്തു പോകുന്നത്. അപ്പോൾ ഈ എടുത്തത് നിങ്ങൾ വൃത്തിയായിട്ട് ക്ലാസ് കേട്ട് ഒരു തവണ നിങ്ങൾ എന്ത് ചെയ്യുക? PDF നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുമ്പോൾ PDF കൂടെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിക്കോളും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ PDF ഇടാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ PDF ഇട്ടേക്കാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.